ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ഇന്ന് 10ാമത്തെ പാഠമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 41 തുടങ്ങി 13-ാം അധ്യായം 32 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത്. അന്ത്യനാളുകൾ എന്ന തലക്കെട്ടോടുകൂടിയ ഒരു പാഠമാണ് 10ാമത്തെ പാഠം. മനപ്പാഠവാക്യം ഇങ്ങനെ വായിക്കുന്നു: അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. അന്ന് അവൻ തൻ്റെ ദൂതന്മാരെ അയച്ച് തൻ്റെ വൃതന്മാരെ ഭൂമിയുടെ അറുതി മുതൽ ആകാശത്തിൻ്റെ അറുതി വരെ 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും. മർക്കോസ് 13:26 തുടങ്ങി 27 വരെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അടിയങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ ഇന്ന് അടിയങ്ങളിരുന്ന് ഈ പാഠം പഠിക്കുമ്പോൾ നാഥ, അങ്ങയുടെ വചനങ്ങളെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ കടക്കുവാനും പിതാവേ, അത് ഞങ്ങളുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ വരുത്തുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമെന്നാഥ. പഠിച്ചതെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സഹായിക്കണം. യേശുവിൻ്റെ പുനഃനാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. അന്ത്യനാളുകൾ എന്ന തലക്കെട്ടോടുകൂടിയ 10ാമത്തെ പാഠം. അതിൽ നമ്മൾ ആദ്യം കാണുന്നത് 12-ാം അധ്യായം 41-ാമത്തെ വാക്യം 44 വരെ. അത് ഒരു വിധവയുടെ കാണിക്കയെക്കുറിച്ചാണ്, വഴിപാടിനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ യേശു ശ്രീഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ധനവാന്മാർ പലരും വളരെ ഇട്ടു. ദരിദ്രയായ ഒരു വിധവ വന്ന് 1 പൈസയ്ക്ക് ശരിയായ 2 കാശിട്ടു. അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, ഭണ്ഡാരത്തിലിട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നതെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് അവരോട് പറഞ്ഞു. വളരെ നല്ല, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ചില വാക്യങ്ങളാണത്. എല്ലാവർക്കും ഇത് അറിയാം ഇതെന്താണെന്ന്. എന്നാലും നമുക്ക് ചില പാഠങ്ങൾ ഇതിൽ നിന്നും പഠിക്കാനുണ്ട്, അല്ലേ? യേശുവിനെക്കുറിച്ച്, യേശുവിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് നമുക്ക് പലതും അറിയാനായിട്ട് സാധിക്കും. ധനവാന്മാർ പലരും വളരെ ഇട്ടു. ചിലരിങ്ങനെ വലിയ സഞ്ചിയിലൊക്കെ ആയിരിക്കും കൊണ്ടുവന്ന് ഇടുന്നത്. അന്ന് നോട്ടൊന്നും ഇല്ലല്ലോ, നാണയങ്ങളല്ലേ കൊണ്ടുവന്ന് ഇടുന്നത്. വളരെ കൊണ്ടുവന്നിട്ടു. പക്ഷേ ഈ ദരിദ്രയായ വിധവ എന്താണ്, 1 പൈസയ്ക്ക് ശരിയായ 2 കാശിട്ട്. ഇപ്പോഴത്തെ 1 പൈസ, നമ്മുടെ 1 പൈസ അല്ലെങ്കിൽ സെൻറ്റ്, അമേരിക്കയിലൊക്കെ ഡോളറിൻ്റെ ഏറ്റവും കുറഞ്ഞതാണ് സെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1 സെൻറ്റിന് തുല്യമായ 2 കാശാണ് ഇട്ടത്. അത് ആ സ്ത്രീ എങ്ങനെയായിരിക്കും ഇട്ടത്? ഏറ്റവും എല്ലാവരും ആരും എന്നെ ഞാൻ ഇടുന്നത് കാണരുതേ എന്നുള്ള ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും ഇട്ടത്. അത്രയും ചെറിയ പൈസയുള്ളൂ. അവൾ നോക്കുമ്പോൾ ബാക്കി ചുറ്റുമുള്ള എല്ലാവരും ഇഷ്ടം പോലെയാണ് വലിയ സഞ്ചിയിലൊക്കെ കൊണ്ടുവന്നാണ് ഇടുന്നത്, വലിയ ബാഗിനകത്തൊക്കെ ഇട്ടാണ് കൊണ്ടുവന്ന് ഇടുന്നത്. പക്ഷേ അവളുടെ കയ്യിൽ ഈ 2 കാശ് അത് എല്ലാവരിൽ നിന്നും ഒളിപ്പിച്ച് വെച്ചാണ് അവൾ കൊണ്ടുവന്നിട്ടത്. പക്ഷേ എത്ര ഒളിപ്പിച്ചാലും, നമ്മൾ എന്തൊക്കെ ഒളിപ്പിച്ച് വെച്ചാലും കാണുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. എല്ലാവരേക്കാൾ ആ കണ്ട ദൈവം അവിടെ ഇരുന്നുകൊണ്ട് ശിഷ്യന്മാരോട് പറയണേ, ഇവളാണ് എല്ലാവരേക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കാരണം എന്താ? എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നാണ് ഇട്ടത്. അവർക്ക് ഇഷ്ടം പോലെ ഉണ്ട് വീട്ടിൽ, അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അവർ കൊണ്ടുവന്നിട്ടത്. ഇനി അവർക്ക് ഇഷ്ടം പോലെ ബാക്കിയുണ്ട് വീട്ടിൽ. പക്ഷേ ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ട് എന്നവരോട് പറഞ്ഞു. അത് യേശുവിനെ അറിയത്തില്ല, യേശു അവരെ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല, ആദ്യമായിട്ട് കാണുന്നതായിരിക്കും. പക്ഷേ ഇതിൽ നമ്മൾ പഠിക്കേണ്ട പാഠം, ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെന്ത് ചെയ്യുന്നതും എല്ലാം ദൈവം കാണുന്നുണ്ട്. നമ്മൾ കാണിക്കയിടുന്നതായാലും ബാക്കി എന്ത് കാര്യം ചെയ്യുന്നതായാലും ദൈവം കാണുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതേപോലെ ആ ദൈവത്തിന് നമ്മുടെ സിറ്റുവേഷനും അറിയാം. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് അറിയാവുന്ന ദൈവം, നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് കാണുന്ന ദൈവമാണ്. അതുപോലെ എന്തുകൊണ്ടാണിത് ചെയ്തതെന്നും കാണുന്ന ദൈവം, നമ്മുടെ മനസ്സറിയുന്ന ദൈവം.
അവൾ എന്തുകൊണ്ടാണ് ആ 2 കാശ് മാത്രം ഇട്ടതെന്ന് യേശുവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവളാണ് ഏറ്റവും കൂടുതൽ ഇട്ടത് എന്ന് പറഞ്ഞു. അവളുടെ ഉപജീവനം മുഴുവനും അവൾ കൊണ്ടുവന്നിട്ടിരിക്കുക. അപ്പം നമ്മളെല്ലാം അറിയുന്ന ഒരു ദൈവമാണ്. നമ്മുടെ എല്ലാം മോട്ടീവ്, നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന് പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്ന് എല്ലാം തിരിച്ചറിയുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ അറിവ് നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണ് ചെയ്യേണ്ടത്. ദൈവം പറഞ്ഞതുപോലെ ചെയ്യാനായിട്ട് നോക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് മീഡിയ മിനിസ്ട്രിയുടെ ഓഫറിങ് കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയിൽ എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ പലരും അതങ്ങനെ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അത് ഒരു പുതിയ അല്ലെങ്കിൽ ഒരു ഈ നമ്മുടെ ഈ സുവിശേഷ ദൂത് അറിയിക്കാനുള്ള ഒരു പുതിയ ശുശ്രൂഷയ്ക്കായിട്ട് അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് സഭ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പം നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, എൻ്റെ സമൃദ്ധിയിൽ നിന്ന് കൊടുക്കണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് എന്താണോ ഉള്ളത് ഉള്ളതിൽ നിന്ന് കൊടുക്കാനായിട്ട് നമ്മൾ പഠിക്കുന്നവരായിരിക്കുക. അതുകൊണ്ട് ദൈവം നമ്മളെ എല്ലാം കാണുന്നു, നമ്മുടെ സാഹചര്യങ്ങളെല്ലാം അറിയാം, നമ്മളെ ഏത് പ്രവൃത്തി ചെയ്യുന്നതിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളറിയാം, നമ്മുടെ ഉദ്ദേശങ്ങളറിയാം, നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നറിയാം. എല്ലാം അറിയുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മൾ എപ്പോഴും ഉള്ളതെന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ പാഠത്തിൽ നിന്നും പഠിക്കുന്നത്. 13-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. മർക്കോസിൻ്റെ 13-ാം അധ്യായം തുടങ്ങി 16 അധ്യായം വരെ ഉള്ളൂ ഈ മർക്കോസിൻ്റെ സുവിശേഷം. 13-ാം അധ്യായത്തിൽ ലോക അവസാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അന്ത്യനാളുകൾ എന്നാണ് നമ്മുടെ ഈ 10ാമത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് തന്നെ. അതിലൊന്നാമത്തേത് പറയുന്നത് കല്ലിന്മേൽ കല്ല് ശേഷിക്കയില്ല. മർക്കോസ് 13-ന്റെ 1 തുടങ്ങിയുള്ള വാക്യം വായിക്കുക. അവൻ ദൈവാലയത്തെ വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാരിൽ ഒരുത്തൻ, ഗുരു, ഇതാ എങ്ങനെയുള്ള കല്ല്, എങ്ങനെയുള്ള പണി എന്നവനോട് പറഞ്ഞു. ഭയങ്കര അത്ഭുതകരമായ ഒരു ദേവാലയമാണ് ഇത്. ശലോമോൻ്റെ ദേവാലയമല്ല, അത് പഴയ നിയമകാലത്ത് നശിപ്പിക്കപ്പെട്ടു. ആ ദേവാലയം ഇരുന്ന സ്ഥലത്ത് തന്നെ പിന്നീട് വന്ന് നമുക്കറിയാം നെബൂഖദ്നേസർ നശിപ്പിച്ചിട്ട് പോയെങ്കിലും പിന്നെ എസ്രാ നെഹെമ്യായുടെയൊക്കെ നേതൃത്വത്തിൽ വന്നവർ വീണ്ടും പണിതു ആ ദേവാലയം. അത് പക്ഷേ വീണ്ടും നശിപ്പിക്കപ്പെട്ടു. ഇപ്പോൾ ഹെരോദാവ്, യഹൂദന്മാരുടെ റോമൻ ചക്രവർത്തിയായ അല്ലെങ്കിൽ ആ രാജാവായ ഹെരോദാവാണത് പണിതുകൊണ്ടിരിക്കുന്നത്. അത് പണിതുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്ന് അതിൽ പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 46 വർഷമായിട്ട് പണിതുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഭയങ്കര അത്ഭുതകരമായ, നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ അറിയാം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കല്ലുകളും അതിൻ്റെ പണി, അതിൻ്റെ ചിലവ് എന്തൊക്കെയായിരുന്നു എന്ന്. അപ്പോൾ യേശു അവനോട്, നീ വലിയ പണി കാണുന്നുവോ? ഇടിക്കാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം ഇടിഞ്ഞു പോകും എന്നാണ് യേശു പറഞ്ഞത്. ഇത്രയും ചെലവഴിച്ച് ചെയ്യുന്ന ഈ ദേവാലയം ശരിക്കും പറഞ്ഞാൽ അവരുടെ പ്രവർത്തനമൊക്കെ വൃദ്ധാവായിരുന്നു. AD 62 അത് പണി തീർത്തതെന്ന് പറയുന്നത്. AD 62 ഇത്രയും വർഷങ്ങളെടുത്ത്, യേശുവിൻ്റെ കാലത്ത് പറയുന്ന 46 വർഷമായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന, പിന്നെ അത് പണി തീർത്തത് AD 62 എന്നിട്ടത് നശിപ്പിക്കപ്പെട്ടത് AD 70. 8 വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ദേവാലയം പണി കഴിഞ്ഞിട്ട് അത് നിലനിന്നത്. അപ്പോഴേക്കത് നശിച്ചു പോയിരിക്കുന്നു. പിന്നെ അവൻ ഒലിവുമലയിൽ ദൈവാലയത്തിന് നേരെ ഇരിക്കുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസും 4 പേര് വന്നതായിട്ടാണ് പറയുന്നത്. 4 പേരും വന്നിട്ട് ചോദിക്കുകയാണ്, അത് എപ്പോൾ സംഭവിക്കും? ഈ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇതെങ്ങനെ എപ്പോഴിത് നശിച്ചു പോകും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിന് എല്ലാം നിവർത്തി വരുന്ന കാലത്തിൻ്റെ ലക്ഷണം എന്ത് എന്ന് ഞങ്ങളോട് പറഞ്ഞാലും എന്ന് ചോദിച്ചു. കാരണം എല്ലാവർക്കും ആ ജിജ്ഞാസയുണ്ടാവും. ഇങ്ങനെ ഒരു പ്രവചനം യേശു നടത്തിയപ്പോൾ ഇതെല്ലാം നശിച്ചു പോകും എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് അറിയാനുള്ള ആഗ്രഹം. എന്നായിരിക്കും ഇത് സംഭവിക്കുന്നത്, ഈ ദൈവാലയത്തിന് ഇത് സംഭവിക്കുന്നത്? പക്ഷേ യേശു അതിന് ഉത്തരം പറഞ്ഞത് ദൈവാലയത്തെക്കുറിച്ചല്ല പറഞ്ഞത്. യേശു തുടങ്ങിയത് ഇങ്ങനെ 5-ാമത്തെ വാക്യം. യേശു അവരോട് പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. എന്നാൽ നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രീകളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഭ്രമിച്ചു പോരുത്. അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. അവിടെ ഭൂകമ്പവും ക്ഷാമവും ഉണ്ടാവും.
അത് ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. എന്നാൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങളിൽ ഏൽപ്പിക്കുകയും പള്ളികളിൽ വെച്ച് തല്ലുകയും എൻ്റെ നാമനിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പാകെ അവർക്ക് സാക്ഷ്യത്തിനായി നിർത്തുകയും ചെയ്യും. എന്നാൽ സുവിശേഷം മുമ്പേ സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാവുന്നു. അവർ നിങ്ങളെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ എന്ത് പറയേണ്ടതെന്ന് മുൻകൂട്ടി വിചാരപ്പെടുത്തരുത്. ആ നാഴികയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ പറയുവിൻ. പറയുന്നത് നിങ്ങളല്ല, പരിശുദ്ധാത്മാവത്രേ. സഹോദരൻ സഹോദരനെ, അപ്പൻ മകനെയും മരണത്തിനേൽപ്പിക്കും. മക്കളും അമ്മയപ്പന്മാരുടെ നേരെ എഴുന്നേറ്റവരെ കൊല്ലിക്കും. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇതാണ് ആ ഭാഗത്ത് യേശുക്രിസ്തു അവരോട് പറഞ്ഞത്. ദേവാലയത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അവർക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിലുണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അവർ പറയുന്നത്. യുദ്ധങ്ങളെ കുറിച്ച് കേൾക്കും, യുദ്ധശ്രുതികളെക്കുറിച്ച് കേൾക്കും. അതുപോലെ രാജ്യത്തോടും എതിർക്കും. ഭൂകമ്പം, ക്ഷാമം ഇതൊക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളെ പിടിച്ച് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിർത്തും. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനായിട്ടുള്ള അവസരമാണ് വരുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് ഒന്നും നിങ്ങൾ ഭയപ്പെടേണ്ട. എന്ത് ഞാൻ പറയുമെന്നൊന്നും പേടിക്കേണ്ട. ദൈവത്തിൻ്റെ ആത്മാവായിരിക്കും അവിടെ പറയുന്നത്. പക്ഷേ നിങ്ങൾ ഇതിനൊക്കെ ഒരുങ്ങിയിരുന്നോളാം. ആരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. അതാണ് ആദ്യം പറഞ്ഞത്. അതെങ്ങനെയായിരിക്കും അവരെ തെറ്റിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം തെറ്റായ രീതിയിൽ ഉപദേശിച്ചുകൊണ്ടായിരിക്കും അവരെ തെറ്റിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ദൈവവചനം ശരിയായി പഠിക്കുന്നതായിരിക്കണം. ബെരോവയിലെ ക്രിസ്ത്യാനികളെ പോലെ ഒരു പാസ്റ്റർ പറയുന്നതായാൽ നമ്മൾ ശ്രദ്ധിക്കുക. ഇതിങ്ങനെ തന്നെയാണോ എന്ന് ബൈബിളിൽ നമ്മൾ ശോധന ചെയ്യണം. ബൈബിളിൽ എടുത്ത് വെച്ച് വായിച്ച് തിരുവചനം ശരിക്കും പഠിക്കുന്നവരായിട്ട് തീരുക. അതാണ് സദൂക്യരെക്കുറിച്ച് യേശുക്രിസ്തു കഴിഞ്ഞ ആഴ്ചയിലെ പാഠത്തിൽ പറഞ്ഞത്. നിങ്ങൾ ദൈവവചനത്തെയും തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാത്തത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ വളരെ തെറ്റിപ്പോകുന്നത്. അങ്ങനെ ആകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. ആരും നിങ്ങളെ തെറ്റിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ എന്താണ് പറഞ്ഞതെന്ന് ശരിയായിട്ടുള്ള അറിവുണ്ടെങ്കിൽ നമ്മളെ ആരും തെറ്റിക്കത്തില്ല. അങ്ങനെ അറിവുണ്ടാകണമെങ്കിൽ നമ്മൾ വചനം പഠിക്കുന്നവരായിട്ട് തീരണം. അതുപോലെ സഹോദരനെ, അപ്പൻ മക്കളെ, അതൊക്കെ നമ്മളിപ്പോൾ ഈ ലോകത്തിൽ കാണുന്നതാണ്. അത് ദൈവത്തെ അംഗീകരിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ നടക്കണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ പോലും, ചിലപ്പോൾ അമ്മയപ്പന്മാർ പോലും നമ്മളോട് എതിർക്കും. നമ്മളായിട്ട് ചേരാൻ അവർക്ക് ഇഷ്ടമാവില്ല. ശരിയായിട്ടുള്ള സത്യം ഗ്രഹിക്കുമ്പോൾ അവർ ശീലിച്ചു വരുന്നത് തന്നെ നീയും ശീലിച്ചാൽ പോരെ എന്നുള്ള ചോദ്യങ്ങൾ വരികയും അങ്ങനെ എതിർക്കുകയും പലരെ വീടുകളിൽ നിന്ന് പുറത്താക്കുകയും എല്ലാം ചെയ്യും. അത് വരാനിരിക്കുന്നത് തന്നെ. അപ്പോൾ യേശുക്രിസ്തു ഇത് പ്രവചിച്ച് അത് ഉടൻ തന്നെ നടപ്പിലാകുകയും ചെയ്യും. ആ ശിഷ്യന്മാരുടെ കാലത്ത് തന്നെ അവർക്കത് സാധ്യം. അവരെ പലരെയും, ഒരാൾ പോലും, യോഹന്നാൻ മാത്രമാണ് ശരിയായ സാധാരണ ഒരു മരണം വരിച്ചത്. ബാക്കി എല്ലാവരും കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു അവർക്ക് ധൈര്യം കൊടുക്കുകയാണ് ചെയ്തത്, മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം ചൊവ്വാഴ്ച ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്താണെന്ന് നോക്കാം. ശൂന്യമാക്കുന്ന മ്ലേച്ഛത. ഈ വാക്ക് പലരും എപ്പോഴും കേട്ടിട്ടുള്ളതാണ്, പ്രത്യേകിച്ച് ഈ അന്ത്യനാളുകളെക്കുറിച്ച് പഠിക്കുമ്പോൾ. ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്താണ്? അത് ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ചതാണ് ശൂന്യമാക്കുന്ന മ്ലേച്ഛത. 13-ാം അധ്യായം 14 തുടങ്ങി 18 വരെ. എന്നാൽ ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദ്യ ദേശത്തുള്ളവർ മലകളിലേക്ക് ഓടിപ്പോട്ടെ. വീട്ടിന്മേൽ ഇരിക്കുന്നവൻ അകത്തേക്ക് ഇറങ്ങിപ്പോവുകയോ വീട്ടിൽ നിന്ന് വല്ലതും എടുക്കുവാൻ കടക്കുകയോ ചെയ്യരുത്. വയലിൽ ഇരിക്കുന്നവൻ വസ്ത്രമെടുക്കുവാൻ മടങ്ങിപ്പോരുത്. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്നാൽ അത് ശീതകാലത്ത് സംഭവിക്കാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ. മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു,
ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ എന്നാണ് പറയുന്നത്. ഇവിടെ നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കുമ്പോൾ മർക്കോസ് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. ശൂന്യമാക്കുന്ന മ്ലേച്ഛത, യഹൂദന്മാർ മറ്റ് ജാതികളുടെ ഏത് കാര്യത്തെയും മ്ലേച്ഛത എന്നാണ് പറയുന്നത്. അവരുടെ വിശ്വാസത്തെയും അവരുടെ ആചാരങ്ങളെയും അവരുടെ എന്തെങ്കിലും ചിഹ്നങ്ങളെ ആയാലും അതൊന്നും യഹൂദന്മാർ സ്വീകരിക്കാറില്ല. അതിനെയൊക്കെ മ്ലേച്ഛമായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. അപ്പോമിനേഷൻ, ദൈവത്തിന് വെറുപ്പുള്ള കാര്യങ്ങളായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. അപ്പോൾ ഇവിടെ ശൂന്യമാക്കുന്ന മ്ലേച്ഛതയെക്കുറിച്ച് ദാനിയേൽ പ്രവചനം പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. ദാനിയേൽ 9:27. അത് നമുക്ക് പലർക്കും സെവന്ത് ഡേ അഡ്വെന്റിസ്റ്റുകാർക്ക് പലർക്കും അറിയാവുന്നതാണ്. 70 വർഷത്തെ പ്രവചനത്തെക്കുറിച്ച് ദാനിയേലിൻ്റെ പ്രവചനത്തിൽ വിവരിക്കുന്നതാണ് 9-ാം അധ്യായത്തിൽ കാണുന്നത്. 9:26 ഇവിടെ അഭിഷിക്തൻ എന്ന് പറയുന്നുണ്ട്. 9:62 ആഴ്ച കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവൻ ആരും ഇല്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവൻ്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും, അവസാനത്തോളം യുദ്ധമുണ്ടാകും. ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് പറയുന്ന യഹൂദ ജനത്തിൻ്റെ വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് യെരുശലേം ദൈവാലയമാണ്. യെരുശലേം ദൈവാലയത്തിലേക്ക് ഈ റോമൻ സൈന്യം ടൈറ്റസിൻ്റെ നേതൃത്വത്തിൽ വരികയും അവരുടെ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ പതാകകൾ അവിടെയൊക്കെ നാട്ടുകയും ചെയ്തു. അവരുടെ വിശുദ്ധ സ്ഥലത്തിനടുത്ത് ദൈവാലയത്തിൻ്റെ അടുത്തായിട്ട് അവർ അത് നാട്ടി. എന്ന് പറഞ്ഞാൽ അവർ ഒരു കണക്കിൽ അവർ ഒരു സീജ് ആണ്, അല്ലെങ്കിൽ ഈ ഉപരോധിച്ചിരിക്കുകയാണ്. ആ യെരുശലേം നഗരം അവർ വളഞ്ഞു. യെരുശലേം ദേവാലയത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് അവരുടെ കൊടികളൊക്കെ നാട്ടിയപ്പെടും. അതാണ് ദൈവം കൊടുത്ത ഒരു സൂചന എന്നാണ് നമ്മുടെ കമൻട്രിയിൽ പറയുന്നത്. ആ സൂചന അത് കാണുമ്പോഴേ, പക്ഷെ അന്ന് അവർ ഉപദ്രവിച്ചില്ല. നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയണമെങ്കിൽ വൻവിവാദം എന്ന് പറയുന്ന ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ വായിച്ചിട്ടുണ്ട്. യെരുശലേമിൻ്റെ നാശം എന്ന് പറയുന്ന ആദ്യത്തെ ചാപ്റ്റർ. ടൈറ്റസ് ഒന്നും ആ ദൈവാലയം നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചില്ല. അവർ തിരിച്ചു പോവുകയാണ് ചെയ്തത്. അതങ്ങനെ കൊടി നാട്ടി ഉപരോധം ഏർപ്പെടുത്തിയിട്ട്, എന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ വളഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോവുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അവർ വരുന്നത്. പക്ഷേ ടൈറ്റസിന് ഒരിക്കലും ഈ ദൈവാലയം നശിപ്പിക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ യഹൂദന്മാരിൽ ചിലരുടെ പ്രവർത്തനം മൂലം അവരെ വെല്ലുവിളിച്ചുകൊണ്ട് യഹൂദന്മാർ തന്നെയാണ് ഈ റോമൻസിനെ, അല്ലെങ്കിൽ ടൈറ്റസിൻ്റെ ആർമികളെ വെല്ലുവിളിച്ചുകൊണ്ട് അത് നടത്തിയത്. അപ്പോൾ യെരുശലേം ദേവാലയം നശിക്കാനായിട്ട് കാരണക്കാരായി തീർന്ന യഹൂദന്മാർ തന്നെ ആയിരുന്നു എന്നാണ് മിസ്സസ് വൈറ്റ് അതിൽ എഴുതിയിരിക്കുന്നത്. ഒരു തീ പന്തം ആ ദേവാലയത്തിനകത്തേക്ക് ഇടുകയും അവിടെ മുഴുവനും തീ പിടിക്കുകയും ചെയ്തു. പിന്നെ ആണ് റോമൻ സൈന്യം അതിനെ മുഴുവനും നശിപ്പിച്ച് എല്ലാവരെയും വെട്ടിക്കൊല്ലുകയും ദേവാലയത്തിൽ നിന്നും ബ്ലഡ് ഇങ്ങനെ പുഴ പോലെ ഒഴുകി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നാശം കൊണ്ടുവരാനുള്ള പ്രഭു ആരാണെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് റോമൻ സൈന്യാധിപനായ ടൈറ്റസ് ആയിരുന്നു. അങ്ങനെയാണ് ദാനിയേൽ 9-ാം അധ്യായം 26-27 എന്ന ഭാഗത്ത് പരാമർശിക്കപ്പെട്ടിരുന്ന പ്രഭു അവനാണ് എന്ന് അനുമാനിക്കുന്നത് ന്യായമാണ്. ഏത് ടൈറ്റസ് ആണെന്ന്. 2 വ്യക്തികളെ ബന്ധപ്പെടുത്തിയിരിക്കും. കാരണം മശിഹയെ കൈകാര്യം ചെയ്ത രീതി നഗരത്തിൻ്റെ നാശത്തെ ക്രമമായി പറഞ്ഞിരിക്കുന്നു. ശൂന്യമാക്കുന്ന മ്ലേച്ഛതെന്ന് ദാനിയേൽ യേശു പരാമർശിക്കുന്നുണ്ടെങ്കിലും നിർഭാഗ്യവശാൽ അനേക വേദപണ്ഡിതന്മാരും BC 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അന്ത്യോക്കസ് എപ്പിഫാനസിൻ്റെ അശുദ്ധമാക്കലാണിതെന്ന് വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞാൽ അന്ത്യോക്കസ് എപ്പിഫാനസ് എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് രാജാവായിരുന്നു. അദ്ദേഹം യെരുശലേം ദേവാലയത്തിൽ കൊണ്ടുവന്ന് പന്നിയെ അറുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ പന്നിയുടെ ചോര അവിടെയെല്ലാം തളിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് അശുദ്ധമാക്കിയത്.
പക്ഷെ അതല്ല ഇവിടെ പറയുന്നത്. കാരണം ഇത് യേശുവിന് മുമ്പ് നടന്ന കാര്യങ്ങൾ. യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് റോമൻ ഭരണത്തിന് മുമ്പ് ഗ്രീക്കുകാർ ഭരിച്ചിരുന്നപ്പോഴുള്ള കാര്യം. പക്ഷേ യേശു ക്രിസ്തു പ്രവചിച്ച കാര്യം യേശുവിന് ശേഷം വരുന്ന ഒരു അശുദ്ധമാക്കലിനെ കുറിച്ചാണ്. ശൂന്യമാക്കുന്ന മ്ലേച്ഛത. ആ മ്ലേച്ഛത വന്നു കഴിഞ്ഞിട്ടാണ് ആ യെരുശലേം നഗരം ശൂന്യമായി തീർന്നത്. കാരണം എല്ലാവരെയും ആ യുദ്ധത്തിൽ നശിപ്പിച്ചു. ദേവാലയം എല്ലാം നശിപ്പിക്കപ്പെട്ടു. അതാണ് ശൂന്യമാക്കുക എന്ന് പറഞ്ഞാൽ. അതിന് മുമ്പുള്ള മ്ലേച്ഛത എന്ന് പറഞ്ഞാൽ അവരുടെ മ്ലേച്ഛമായ, യഹൂദന്മാർ കണക്കാക്കുന്ന അവരുടെ എല്ലാ കാര്യങ്ങളും മ്ലേച്ഛം ആയതാണ്. റോമൻ മതത്തിൻ്റെ അതിൻ്റെ പതാകകളാണ് അവിടെ കൊണ്ടുവന്ന് ആ നഗരത്തിന് ഉപരോധം ഏർപ്പെടുത്തിയത്. അതാണ് ശൂന്യമാക്കുന്ന മ്ലേച്ഛത. ഇത് കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് യേശുനാഥൻ പറയുന്നു. കാരണം ദാനിയേൽ പ്രവചനത്തിലുള്ളതാണ്. അത് കൂടുതൽ നമ്മൾ പഠിക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ വീട്ടിന്മേലിരിക്കുന്നവൻ അല്ല, അപ്പോൾ അന്ന് യഹൂദ ദേശത്തുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. വീട്ടിന്മേലിരിക്കുന്നവൻ അകത്ത് ഇറങ്ങിപ്പോവുകയോ വീട്ടിൽ വല്ലതും എടുക്കാൻ കിടക്കുകയോ ചെയ്ത്. വീട് എന്ന് പറയുന്നത് അവരുടെ, പ്രത്യേകിച്ച് അവരുടെ നഗരത്തിനെ കുറിച്ചാണ് പറയുന്നത്. സിറ്റി ലൈഫിനെ എന്നാണ് കമൻട്രിയിൽ പറയുന്നത്. കാരണം അവരുടെ വീടുകൾ എപ്പോഴും ഫ്ലാറ്റ് റൂഫായിരുന്നു. അതിൻ്റെ മേൽക്കൂര പരന്നതായിരുന്നു. അത് പല ഫ്രൂട്ട്സൊക്കെ ഉണക്കാൻ, മുന്തിരി, അത്തിപ്പഴം ഇതൊക്കെ ഉണക്കാനൊക്കെ അവർ ഉപയോഗിച്ചിരുന്നു അത്. അപ്പം വീട്ടിന്മേലിരിക്കുന്നവൻ അകത്തേക്ക് ഇറങ്ങിപ്പോവുകയോ വീട്ടിൽ നിന്ന് വല്ലതും എടുക്കുവാൻ കിടക്കുകയോ അരുത്. അപ്പോൾ അവർ കൂടുതലായിട്ടും അന്നത്തെ ആ ദേശത്തുള്ളവർ ഇങ്ങനെയുള്ള പഴങ്ങളൊക്കെ ഉണക്കാൻ ഉപയോഗിക്കുന്ന ഭാഗമായിരുന്നു വീടിൻ്റെ മേൽഭാഗം. അപ്പോൾ അതിൽ നിന്നും ഇറങ്ങിപ്പോയെന്ന് വെച്ചാൽ സമയമില്ല. ഇങ്ങനെ ഒരു ഇത് കാണുമ്പോൾ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് യെരുശലേം ദേവാലയത്തിനടുത്ത് വരുമ്പോൾ അവർക്ക് മനസ്സിലാക്കിക്കൊള്ളണം ഇനി വലിയൊരു അറ്റാക്ക് ഇവിടെ ഉണ്ടാകാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് ഇനി അകത്തേക്ക് കടക്കാനൊന്നും സമയമില്ല. പിന്നെ അതുപോലെ വയലിലിരിക്കുന്നവൻ വസ്ത്രമെടുക്കുവാൻ മടങ്ങിപ്പോരുത്. വയലിലിരിക്കുന്നവൻ എന്ന് സൂചിപ്പിക്കുന്ന, വയലെന്ന് പറയുന്ന അവരുടെ ഗ്രാമപ്രദേശങ്ങളെയാണ്. അപ്പോൾ സിറ്റി ലൈഫിലുള്ളവരായാലും ഗ്രാമപ്രദേശങ്ങളിലുള്ളവരായാലും എല്ലാവരും അതെല്ലാം വിട്ടിട്ട് ഓടിപ്പോകണം. ഇതൊന്നും നമ്മളിനി എടുക്കാൻ നിൽക്കരുത്. നിങ്ങൾ ഓടി ആ മലകളിലേക്ക് പോകണം. അതാണ് യോർദാൻ്റെ കിഴക്ക് ഭാഗത്തുള്ള പെല്ല എന്ന് പറയുന്ന മല പ്രദേശത്തിലേക്കാണ് അവരെല്ലാം ഓടിപ്പോയത്. അന്ന് ഈ യേശുവിൻ്റെ വാക്കുകൾ വിശ്വസിച്ച് ഓടിപ്പോയ ഒരു ക്രിസ്ത്യാനികളും നശിച്ചു പോയില്ല, അല്ലെങ്കിൽ ആ യുദ്ധത്തിൽ അവർ മരണപ്പെട്ടില്ല എന്നാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ അത് വിശ്വസിക്കാത്ത യഹൂദന്മാരെല്ലാവരും തന്നെ നശിച്ച് അങ്ങനെ ആ നഗരം ശൂന്യമായി പോയി എന്നാണ് പറയപ്പെടുന്നത്. അതാണ് ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് പറയുന്നത്. പിന്നെ ആ കാലത്ത് ഗർഭിണികൾക്ക് മുല കുടിപ്പിക്കുന്നവർക്ക് അയ്യോ കഷ്ടം, അത് ശീതകാലത്ത് സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. കാരണം ഗർഭിണികൾ മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് ആ ഓടിപ്പോക്ക് അവർക്ക് ഒട്ടും സുരക്ഷിതമല്ല. ദൈവം എത്രമാത്രം തൻ്റെ സഭയെ അല്ലെങ്കിൽ തൻ്റെ മക്കളെ കരുതുന്നു എന്നുള്ളതാണ് നമ്മൾ ആ വാക്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. അതുപോലെ അത് അങ്ങനെയുള്ള നാളുകളിലായി പോകാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. കാരണം ആ യോർദാൻ നദിയൊക്കെ കടന്ന് പോകേണ്ടി വരും. അപ്പോൾ അതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് യേശുക്രിസ്തു ഇവിടെ മുന്നറിയിപ്പ് കൊടുത്തത്. ഈ ടൈറ്റസ് വന്നാണത് നശിപ്പിച്ചതെങ്കിൽ ടൈറ്റസിന് അതിനാഗ്രഹമില്ലായിരുന്നു. ദൈവത്തിൻ്റെ അത് ചില തിയോളജിയൻസ് ഈ വാക്യം ട്രാൻസ്ലേറ്റ് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചില തിയോളജിയൻസ് പറയുന്നത് വരുവാനിരിക്കുന്ന പ്രഭു എന്ന് പറയുന്നത് ടൈറ്റസ് അല്ല, വരുവാനിരിക്കുന്ന പ്രഭു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ്. കാരണം ഇംഗ്ലീഷിൽ പടജനം എന്നുള്ള വാക്കില്ല. ആൻഡ് ദ പീപ്പിൾ ഓഫ് ദ പ്രിൻസ് ഹൂ ഈസ് ടു കം എന്നാണ് പറഞ്ഞത്. വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ ജനം അത് യേശുവാണ്. വരുവാനിരിക്കുന്ന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. അതുപോലെ യോഹന്നാൻ പറയുന്നുണ്ട് വരുവാനുള്ളവൻ നീ തന്നെയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വരുവാനുള്ളവൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു തന്നെ. യേശുവിൻ്റെ ജനം എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ. അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ആ ദേവാലയം നശിപ്പിക്കപ്പെട്ടത്. ടൈറ്റസിന് അത് നശിപ്പിക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നു എന്നാണ്
ചില തിയോളജിയൻസ് പറയുന്നത്. ചിലർ പറയുന്നത് അത് ടൈറ്റസിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന്. വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം. പക്ഷെ ഇംഗ്ലീഷിൽ പടജനം എന്നുള്ള വാക്കില്ല. പിന്നെ വരുവാനിരിക്കുന്നത് യേശുക്രിസ്തു ആണെന്ന് പല വാക്യങ്ങളിലും തെളിഞ്ഞിട്ടുമുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും യെരുശലേം വീണു, ശൂന്യമായി പോയി. ഒത്തിരി യഹൂദന്മാരന്ന് മരണപ്പെട്ടു. നമ്മൾ എല്ലാ പ്രവചനത്തെയും വിശ്വസിക്കുകയാണ് ചെയ്യേണ്ടത്. പ്രവചനത്തിൽ എന്താണെന്നുള്ളത് ശരിയായി പഠിച്ച് നമ്മൾ വിശ്വസിക്കണം. അത് വിശ്വസിക്കാത്ത യഹൂദന്മാർക്കാണ് അന്ന് നാശം വന്നത്. അങ്ങനെ ആകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ബുധനാഴ്ചത്തെ പാഠം മഹാകഷ്ടകാലം. മർക്കോസ് 13:19 നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന 13:19 വാക്യം ഇങ്ങനെ വായിക്കുന്നു: ആ നാളുകൾ ദൈവം സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ കഷ്ടകാലം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഒരു സമാനതയുമില്ലാത്ത മഹാകഷ്ടകാലത്തെ പറ്റിയാണ് പറയുന്നത്. ഇതുവരെ അങ്ങനെ ഒരു കഷ്ടകാലം ഉണ്ടായിട്ടില്ല എന്നാണ് ഈ 19 വാക്യം പറയുന്നത്. ഇവിടെ മഹാകഷ്ടകാലം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇത് യേശുനാഥൻ AD 31 തൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് പ്രവചിച്ച കാര്യങ്ങളാണ്. ആ മഹാകഷ്ടകാലം എന്ന് പറയുന്നത് കാലവും കാലാംശവും എന്ന് പറയപ്പെടുന്ന വെളിപ്പാട് പുസ്തകത്തിലെ പ്രവചനം, അല്ലെങ്കിൽ 42 മാസം എന്ന് പറയുന്നുണ്ട്. 1260 വർഷത്തെ പീഡനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാത്തിനെയാണ് ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് സംഭവിച്ചത് നമുക്കറിയാം AD 538 പോപ്പിന് പൂർണ്ണ അധികാരം, റോമൻ സാമ്രാജ്യത്തിലെ രാഷ്ട്രീയ അധികാരവും മതപരമായ അധികാരവും കിട്ടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുകയും അങ്ങനെ മഹാസർപ്പം മൃഗത്തിന് അധികാരം കൊടുത്തു എന്ന് വെളിപ്പാട് പുസ്തകം 13 അധ്യായത്തിൽ പറയുന്നു. മഹാസർപ്പം എന്ന് പറയുന്നത് റോമൻ ഭരണാധികാരികളെയാണ് പറയുന്നത്. റോമൻ ചക്രവർത്തിമാർ തന്നെയാണ് പോപ്പിനോട് വിളിച്ച് റോമിനെ മുഴുവന് ഏകീകരിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു റിക്വസ്റ്റ് നടത്തി. അങ്ങനെ പോപ്പിന് അങ്ങനെ ഒരു അധികാരം കിട്ടുകയും ചെയ്യുന്നു. പൊളിറ്റിക്കലായിട്ടുള്ള അധികാരവും റിലീജിയസ് അധികാരവും കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ശരിയായിട്ടുള്ള തനിനിറം വെളിപ്പെടുത്തി വന്നത് പോപ്പിൻ്റെ. അങ്ങനെയാണ് ആ പീഡനങ്ങളെല്ലാം തുടങ്ങുന്നത്. ക്രിസ്ത്യാനികൾക്ക്, യഥാർത്ഥ സത്യവിശ്വാസികൾക്ക് എതിരെയുള്ള പീഡനങ്ങൾ തുടങ്ങുന്നത്. അത് നമുക്കറിയാം. തുടർന്ന് 1798 വരെയാണ് ആ പീഡനം നിലനിന്നത്. അതിനെയാണ് 1260 വർഷത്തെ പീഡനം എന്ന് പറയുന്നത്. ഇതെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാനതിനെ ഡീറ്റെയിലിലേക്ക് പോകുന്നില്ല. ഒരു ചെറിയ കൊമ്പ് എന്ന് പറയുന്ന ആ ഭരണാധികാരി, അതാണ് കത്തോലിക്ക സഭയുടെ അധികാരം. അതിനെയാണ് പറയുന്നത് ചെറിയ കൊമ്പെന്ന് പറയുന്നത്. കൊമ്പെന്ന് പറയുമ്പോഴും അധികാരത്തെയാണ് കാണിക്കുന്നത്. അത് അവസാനം തീർന്നത് 1798 ഫ്രാൻസിലെ ചക്രവർത്തിയായ നെപ്പോളിയൻ്റെ സേനാനായകനായ ബർത്തിയർ വന്ന് പോപ്പിനെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും അവിടെ കിടന്ന് അദ്ദേഹം മരിക്കുകയും ചെയ്തു. പക്ഷേ പീഡനകാലത്ത് ദൈവം തൻ്റെ ജനത്തിന് എന്ത് പ്രത്യാശയാണ് നൽകുന്നതെന്ന് നോക്കാം. കർത്താവ് ആ നാളുകളെ ചുരുക്കിയിട്ടില്ലെങ്കിൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല. താൻ തിരഞ്ഞെടുത്ത വ്രതന്മാർ നിമിത്തമോ അവൻ ആ നാളുകളെ ചുരുക്കിയിരിക്കുന്നു. അന്ന് ആരെങ്കിലും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ എന്ന് പറഞ്ഞാലും വിശ്വസിക്കരുത്. അന്ന് കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും ഉണരുകയും അവരെഴുന്നേൽക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതും വിശ്വസിക്കേണ്ടതും ദൈവത്തിൻ്റെ വചനത്തെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. ആരും പറഞ്ഞാൽ, ഏത് ആൾ പ്രസംഗിക്കാൻ വന്നാലും അതിൻ്റെ പുറകെ പോകുന്ന ഒത്തിരി ജനങ്ങളുണ്ട്. അങ്ങനെ പലരും തെറ്റിപ്പോകുന്നു. വചനം പഠിക്കുന്നില്ല. വചനത്തിൽ എന്താണ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും തെറ്റിപ്പോകത്തില്ല. അതാണ് നമുക്ക് വേണ്ടത്. ആ വചനത്തിലുള്ള ആശ്രയമായിരിക്കണം നമ്മളെ മുൻപിലേക്ക് കൊണ്ടുപോകുന്നത്. ഏത് കള്ളപ്രവചനത്തെയും എതിർക്കാനായിട്ട് നമുക്ക് ശക്തി നൽകുന്നതും അത് തന്നെയായിരിക്കും. അതാണ് നമ്മൾ ആ ഭാഗത്തു നിന്ന് പഠിക്കുന്നത്. വ്യാഴാഴ്ചത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ മനുഷ്യപുത്രൻ്റെ വരവ് 24 തുടങ്ങി 32 വരെയുള്ള വാക്യം. എങ്കിലും ആ കാലത്തെ കഷ്ടം കഴിഞ്ഞ ശേഷം
സൂര്യൻ ഇരുണ്ടുപോയും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, ആകാശത്തെ നക്ഷത്രങ്ങൾ വീണുകൊണ്ടിരിക്കുകയും ചെയ്യും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോവുകയും ചെയ്യും. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. അന്ന് അവൻ തൻ്റെ ദൂതന്മാരെ തൻ്റെ വൃതന്മാരെ ഭൂമിയുടെ അറുതി മുതൽ ആകാശത്തിൻ്റെ അറുതി വരെ 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും. അത്തിയെ നോക്കിയൊരു ഉപമ ഓടിക്കും, അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. അങ്ങനെ നിങ്ങളും ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇതൊക്കെയും സംഭവിക്കോളാം, ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയും സംബന്ധിച്ച് പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ പുത്രനും കൂടെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സൂര്യനിലും നക്ഷത്രങ്ങളിൽ അടയാളം ഉണ്ടാകുന്നതിന് പിന്നാലെ യേശുക്രിസ്തു മടങ്ങി വരുന്നതല്ലാതെ ഇത് മറ്റൊന്നുമല്ല. ഈ അത്ഭുത സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രവചനങ്ങളെ കൊണ്ട് പുതിയ നിയമം നിറഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തുവിൽ നിദ്ര കൊള്ളുന്നു. നമുക്കറിയാം 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൽ 13 വരെ 18 വരെയുള്ള വാക്യങ്ങൾ, കർത്താവിൽ നിദ്ര കൊള്ളുന്നവർ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിച്ചിരിക്കുന്ന നാമോ അവനോടുകൂടെ വാനമേഘങ്ങളിൽ ക്രിസ്തുവിനെ എതിരേൽക്കാൻ പോവുകയും ചെയ്യുന്ന കാര്യം പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അതുപോലെ വീണ്ടും മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് 1 കൊരിന്ത്യർ 15 സംസാരിക്കുന്നു. ഇതെല്ലാം ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്ന ആ മഹാദിവസത്തെപ്പറ്റി 2 പത്രോസ് 3:13 വരെ വിശദീകരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്ന ഈ തലമുറ, ആ ദിവസം അഥവാ ആ നാഴിക എന്ന് പറയുമ്പോൾ യേശു എന്താണ് ഉദ്ദേശിച്ചത്? ഇത് വേദഭാഗത്തെ സംബന്ധിച്ച് ധാരാളം പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. തലമുറ എന്ന പദം ജനത്തിലൊരു വർഗത്തെ, ഇക്കാര്യത്തിൽ യഹൂദന്മാരെ പരാമർശിക്കാൻ കഴിയുമെന്ന് ചിലർ വാദിക്കുന്നു. അതായത് യേശു മടങ്ങി വരുന്നത് വരെ യഹൂദ ജനത നശിച്ചു പോവുകയില്ല. ഈ തലമുറ എന്ന് ഉദ്ദേശിക്കുന്നത് അന്ന് ജീവിച്ചിരുന്ന എല്ലാവരും ഉദ്ദേശിച്ചല്ല യേശു പറഞ്ഞു. യഹൂദന്മാരെ കുറിച്ചാണ് പറയുന്നത്. യേശു മടങ്ങി വരുന്നത് വരെ യഹൂദ ജനത നശിച്ചു പോകുകയില്ല. അങ്ങനെ ഒരു ജനം, നമുക്കറിയാം യഹൂദ ജനത്തെ അല്ലെങ്കിൽ ദൈവമക്കളെ നശിപ്പിക്കാൻ ഈജിപ്തുകാർ ശ്രമിച്ചു, അശൂരുകാർ ശ്രമിച്ചു, ബാബിലോൺ ശ്രമിച്ചു, മീഡോ പേർഷ്യ, എല്ലാവരുടെ കീഴിൽ അടിമകളായിട്ട് ഇവർ ഇരുന്നെങ്കിലും ആ ജനത ഇപ്പോഴും നിലനിൽക്കുന്നു. അശീറിയ നമുക്ക് നോക്കി എവിടെയും കാണാൻ പറ്റില്ല, ബാബിലോൺ എവിടെയും കാണാൻ പറ്റില്ല, മീഡോ പേർഷ്യൻസിനെ നമുക്ക് കാണാൻ പറ്റില്ല, ഗ്രീക്കും ഈജിപ്തും ഒക്കെ ഇപ്പോൾ വെറും ഒരു ചെറിയ രാജ്യങ്ങൾ, ഒരു പ്രതാപമില്ലാത്ത രാജ്യങ്ങളായി മാറിയിരിക്കുന്നു. റോമിനെയും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇസ്രായേൽ ജനത ഇപ്പോഴും ഉണ്ട്. അത് യേശുവിൻ്റെ പ്രവചനം നിവൃത്തിയാക്കാൻ, യേശുവിൻ്റെ വരവ് വരെയും അവരുണ്ടാകും. ഈ ജനത നശിച്ചു പോകുന്നില്ല. ക്രിസ്തു മടങ്ങി വരുന്നതിന് മുമ്പ് കടന്നു പോകാത്തവരെ പോലെ എല്ലാ അടയാളങ്ങളും നിറവേറപ്പെടുന്നു കാണുന്ന ജനത്തിൻ്റെ തലമുറ എന്നത് മറ്റൊരു പരിഹാരം. ഓക്കെ, അപ്പോൾ ഈ തലമുറയിൽ എന്ന പോലെ മർക്കോസ് 13:30 ഈ എന്ന പദവും യേശു ഉപയോഗിക്കുന്ന പോലെയും മർക്കോസ് 13:32 അത് ആ നാളും നാഴിക എന്ന പോലെയുള്ള ഒരു ലളിതമായ പരിഹാരം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ എന്ന പദം യെരുശലേമിൻ്റെ നാശത്തിലേക്ക് നയിച്ചുകൊണ്ട് 1 മുതൽ 13 വരെയുള്ള ഭാഗത്ത് കൂടുതൽ പ്രാവശ്യം പരാമർശിക്കപ്പെടുന്നു. അധ്യായത്തിലെ പിന്നീടുള്ള ഭാഗത്തെ സവിശേഷമാക്കുന്നതാണ് ഈ പദം. അപ്പോൾ യെരുശലേമിൻ്റെ നാശത്തെ കണ്ട 1-ാം നൂറ്റാണ്ടിലെ തലമുറയെ മിക്കവാറും പരാമർശിക്കുന്നു. എങ്ങനെയായിരുന്നാലും മാർക്കോസ് 13:32 ഇപ്പോഴും ഭാവിയിലായിരിക്കുന്നു, 1-ാം നൂറ്റാണ്ടിൽ നിന്നും വളരെ അകലെ ആയിരിക്കുന്നതുമായ ക്രിസ്തുവിൻ്റെ 2ാം വരവിനെ പരാമർശിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ആ ഭാഗത്ത് നിൽക്കുകയാണ്. പക്ഷേ അതിന് ചില കണ്ടീഷൻ യേശുക്രിസ്തു പറഞ്ഞ പന്തായുടെ സുവിശേഷത്തിലുണ്ട്. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഒക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോഴാണ് അവസാനം വരുന്നത്. നമ്മൾ ഇനിയും പ്രസംഗിക്കേണ്ടിയിരിക്കുന്നത് എന്തിനെക്കുറിച്ച്? ദൈവരാജ്യം ശക്തിയോടെ വന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ദൈവം തൻ്റെ ആത്മാവിനെ നൽകിയതാണ്. ആ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. മറ്റേ രാജ്യങ്ങളിൽ ഒരു രാജാവ് വെളിയിലിരുന്ന് തൻ്റെ നിയമങ്ങളും എല്ലാം കൊടുത്ത് ഭരിക്കുന്നത്. പക്ഷെ നമ്മുടെ ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നാണ് യേശുനാഥൻ അറിയിച്ചത്. യേശു
എന്ന രാജാവ് നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ ഭരിക്കുകയും അങ്ങനെയുള്ള ഒരു തലമുറ ഉണ്ടാകുകയും, ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരു തലമുറ ആ സുവിശേഷം പറയുകയും ആ രീതിയിലുള്ള സാക്ഷ്യമുള്ള ഒരു ജീവിതം നയിക്കുകയും ചെയ്യുന്ന ഒരു കാലമായിരിക്കും അവസാനം ആകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും നമ്മുടെ യേശുനാഥനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ലവോദിക്ക സഭയോട് പറയുന്ന ദൂത് അതാണ്: ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ ഉള്ളിൽ വരികയും നമ്മൾ തമ്മിൽ അത്താഴം കഴിക്കുകയും ചെയ്യും, നമ്മൾ തമ്മിൽ വലിയ ബന്ധമായി തീരുകയും ചെയ്യും എന്നാണ് ദൈവം പറയുന്നത്. അങ്ങനെ ഒരു ബന്ധത്തിലായിരിക്കുവാനായിട്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാഠം വിരമിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നിമിഷം വരെയും അങ്ങയുടെ സന്നിധിയിലിരുന്ന് അങ്ങയുടെ വചനത്തിൽ നിന്നും പഠിക്കുകയായിരുന്നു. അത് ദൈവമേ, ഇന്ന് ഞങ്ങൾ കേട്ടതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതനുസരിച്ച് ജീവിക്കുവാനും സഹായിക്കണം. യേശുവിൻ്റെ പുണ്യനാമത്തിൽ ചോദിക്കുന്നു, കൃപയുടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ.